നറുക്കെടുപ്പ് ഏതാണ്ട് പൂർത്തിയാവുകയാണ്. XD 566 622, XH 301 330, XL 386 518, XK 571 412, XD 370 820, XC 515 987, XC 173 582. സുനിഷ, അങ്ങനെ കോടീശ്വരന്മാരുടെ ഒരു നീണ്ട നിരയാണല്ലേ രണ്ടാം സമ്മാനവും കൂടി 1 കോടി രൂപയാക്കിയതോടെ ഉണ്ടാകുന്നത്? അതെ വിനീത, 21 കോടീശ്വരന്മാരുണ്ടാകുന്നു എന്നതാണ് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതിനിടയിൽ വിനീത പറയാൻ മറന്നുപോയത്, ഈ 21 കോടീശ്വരന്മാരുള്ളത് കൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്തവരൊക്കെ തന്നെയും കോടീശ്വരന്മാരാകുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ഒരാളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആദിലും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദിൽ ഇവിടെയുണ്ട്. ഈ പറയുന്ന കണ്ണൂരിൽ ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് 20 ലക്ഷം എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തളർന്നിട്ടുണ്ട്. കാരണം കണ്ണൂരിൽ നിന്ന് ഇവർ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 1 കോടി ടിക്കറ്റ് അത് തിരുവനന്തപുരത്ത് നിന്നാണോ എന്നൊരു സംശയമുള്ളത് കൊണ്ട് തന്നെ ആ പ്രതീക്ഷയിലാണ് അതിലുള്ളത് അല്ലേ? അല്ല, ഇതിൻ്റെ പ്രധാന പ്രശ്നം നമ്മളെടുക്കുന്ന ടിക്കറ്റ് എവിടെ ഉള്ള ആൾ എന്നുള്ളത് പ്രശ്നമല്ല. ഇപ്പോൾ കണ്ണൂരത്തെ ടിക്കറ്റ് ചിലപ്പോൾ തിരുവനന്തപുരത്ത് എടുത്ത ആളായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ലോട്ടറി, തിരുവനന്തപുരത്താണ് പ്രധാന ലോട്ടറി കേന്ദ്രങ്ങളുള്ളത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ. നമ്മൾ വൈകുന്നേരം സുജയ പാർവതി ഷോയ്ക്ക് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ പളനിയിൽ നിന്ന് ആൾ വന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്, മാർത്താണ്ഡത്ത് നിന്ന് ആൾ വന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റ് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടാകും, കണ്ണൂർ വിറ്റ ടിക്കറ്റ് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഏതായാലും കഴിഞ്ഞ തവണകളിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം, ഒരു ശീലം ആളുകൾ ആരും ഇപ്പോൾ പുറത്ത് പറയുന്നില്ല. ഈ ഓണം മെമ്പറടിച്ച അനൂപിന് പറ്റിയ അക്കിടി അത് ഇനി പറ്റരുത് എന്ന് എല്ലാവർക്കും ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്താരും പറയുന്നില്ല, അത് ഒളിച്ചു വെക്കുന്നു. പിന്നീട് രഹസ്യമായി ബാങ്കിൽ ഏൽപ്പിച്ച് പണം കൈപ്പറ്റുന്ന രീതിയാണ് പൊതുവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ എങ്ങനെയെന്നുള്ളത് അറിയാൻ ഒരല്പം ബുദ്ധിമുട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ അനുഭവം ഇത് പിന്നീട് വലിയ ബുദ്ധിമുട്ടാവും. ഈ ഭാഗ്യശാലിക്ക് പിന്നെ ഭാഗ്യക്കേടായി മാറുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ മെമ്പറുകളിൽ വിജയിക്കുന്നുണ്ടായത്. പറയാൻ സാധ്യതയില്ല അല്ലേ? ഏറെക്കുറെ അങ്ങനെയാണ്. കാരണം കണ്ണൂരിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഈ ഭാഗ്യശാലിയെ തേടിയുള്ള ഒരു തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പറഞ്ഞതുപോലെ അധികം പറയാൻ സാധ്യതയില്ല എന്നതാണ്. അനൂപിൻ്റെ സമയത്ത് ഓണം ബമ്പർ ആദ്യമായി അടിച്ച സമയത്താണ് ഈ കോടീശ്വരനെ തപ്പി എല്ലാവരും പോവുകയും കോടീശ്വരന് പിന്നെ നിൽക്കാൻ പറ്റാത്ത, സമയമില്ലാത്ത ഒരു പ്രശ്നമായി മാറുകയും ചെയ്തത്. ഈ പറയുന്നത് പോലെ അതൊരു വലിയ പൊല്ലാപ്പായി മാറുന്നൊരു സംഭവം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ കോടീശ്വരൻ പറയുമോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കോടീശ്വരൻ ആരെ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഈ അനൂപിനെ തപ്പി കഴിഞ്ഞ ദിവസം നമ്മൾ പോയിരുന്നു. അനൂപ് ഇപ്പോൾ ദുബായിലാണ്. ദുബായിലേക്ക് മാറേണ്ടി വന്നു. ദിവസവും ആളുകൾ പണം ചോദിച്ച് ചെല്ലുകയാണ്. ഈ എവിടെ ഓട്ടോ പിന്നീട് ഓടിച്ചപ്പോൾ ഓട്ടോയിൽ കയറിയ ആളുകൾ പൈസ കൊടുക്കുന്നില്ല. ആ രൂപത്തിലേക്ക് ആളുകളുടെ മനോഭാവം മാറുന്നു. അതുകൊണ്ട് ഏതായാലും കഴിഞ്ഞ തവണത്തെ ബമ്പർ ഭാഗ്യക്കുറി ഭാഗ്യവാന്മാരൊന്നും ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തവണത്തെ ഭാഗ്യവാൻ എന്താകും? ആ ലോട്ടറി ടിക്കറ്റ് ഒരു ദിവസം വെച്ചിരിക്കുമോ, ഭാര്യയോടും പോലെ പറയാതെ ഉറക്കമില്ലാത്ത രാത്രിയാകുമോ എന്നതൊക്കെ ഇനി അടുത്ത മണിക്കൂറിൽ അറിയാം. ഏതായാലും അർജുൻ കല്യാണിനെ വിളിച്ചിരുന്നു. അർജുൻ കല്യാൺ ഇപ്പോഴേ ആളെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. അതെ, അതാണ് ഈ പറഞ്ഞ ആരോടും പറയാത്തവരും സമാധാനമുള്ളത്. അർജുൻ കല്യാണിനും ലിമേഷ് ചെറുവയശിക്കുമല്ല ആ സമ്മാനം അടിച്ചിരിക്കുന്നത്. രണ്ടുപേരും ടിക്കറ്റിന്റെ നമ്പർ എനിക്ക് അയച്ചു തന്നിരുന്നു. അത് പരിശോധിച്ചപ്പോൾ അതിൽ അവർക്ക് 1ാം സമ്മാനവും 2ാം സമ്മാനവും ഏതായാലും ഇല്ല. ഇനി ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാൻ അവരെന്തായാലും ഓടട്ടെ. ഇപ്പോൾ 3ാം സമ്മാനം നറുക്കെടുപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലേ? അഡ്വക്കേറ്റ് ഷഹാന എസിനോട് അഭ്യർത്ഥിക്കുന്നു. അതെ വിനിത, ഇനി 3ാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത്. ഏതായാലും കോടീശ്വരന്മാരെ കണ്ടെത്തി കഴിഞ്ഞു. 21 കോടീശ്വരന്മാർ ആരാണ് എന്നുള്ളത് ആ സീരീസ് ഇതാ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്പറുകളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. ഇനി ആ നമ്പർ ഉള്ളവർക്ക് ഇനി ഇതാ ഞാൻ കോടീശ്വരനായി എന്ന് ആശ്വസിക്കാം. നേരത്തെ പ്രതീക്ഷിച്ച ആളുകളുണ്ട്, ഇനി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബമ്പർ എടുക്കാമെന്ന് കരുതി ബമ്പർ എടുത്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആർക്കാണ് ഈ കോടീശ്വരൻ? നേരത്തെ ആദിൽ പറഞ്ഞതുപോലെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പോലും ഈ ടിക്കറ്റിൻ്റെ ഇനി നേരത്തെ ചിലപ്പോൾ ഞാൻ കോടീശ്വരനാകുമെന്ന് പറഞ്ഞ് കാണിച്ച ടിക്കറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഏതായാലും ഈ കോടീശ്വരനായതിനു ശേഷം ഒരുപക്ഷെ ഈ ടിക്കറ്റ് കാണിക്കാൻ മടിക്കുന്ന ആളുകളും ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാലും നമുക്ക് നോക്കി കണ്ടറിയാം ആരൊക്കെയാണ് 20 കോടിയുടെ ഭാഗ്യവാന്മാർ, ഒപ്പം തന്നെ 20 പേരാരാണ് എന്നതൊക്കെ ഇനി അറിയാമെന്നുള്ളതാണ് അല്ലേ? അതിൽ ഉറപ്പായും ഇത് ചെറിയ സമ്മാന തുകയല്ല. ഈ ലോട്ടറി ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി ചൂടപ്പം പോലെയാണ് വിറ്റുപോയത്. 400 രൂപയായിരുന്നു ഒരു ടിക്കറ്റിൻ്റെ വില. പക്ഷേ അങ്ങനെ ആളുകൾ മടിച്ചു നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഈ 1ാം സമ്മാനം 1 കോടി 20 കോടി ഒരാൾക്ക് കിട്ടുന്നു. 2ാം സമ്മാനം 20 പേർക്ക് ഓരോ കോടി രൂപ വീതം കിട്ടുന്നു. പിന്നീടുള്ള സമ്മാന തുകകളും തീരെ ചെറുതല്ല. 10 ലക്ഷം രൂപ വീതം 30 പേർക്ക് തുകയുണ്ട്. 2 ലക്ഷം രൂപയുടെ 5ാം സമ്മാനമുണ്ട്. 4ാം അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. സുനിഷ, അതിൽ ഏതായാലും കണ്ണൂരിൽ വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം എന്ന് വ്യക്തമാവുകയാണ്. XD 387 123. ഇതിനി ആർക്കാണ് അടിച്ചിരിക്കുന്നത് അറിയണം. കണ്ണൂരിലുള്ള ആൾക്കാണോ അതോ പുറത്തു നിന്നുള്ള ആരെങ്കിലും വാങ്ങിയ ടിക്കറ്റാണെന്ന് അറിയണം. ഏതായാലും അനീഷ് എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. ഇനി ഭാഗ്യ
ഭാഗ്യശാലി 20 കോടി അടിച്ചത് പുറത്ത് പറയുമോ എന്നറിയില്ല. ഏതായാലും 20 പേർക്ക് കൂടി കോടിപതികളാകാനുള്ള അവസരമാണ് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒരുക്കിയത്. ഏതായാലും